കോഴിക്കോട് ജില്ലയിൽ വാട്ടർ പമ്പുകൾ, അതായത് നമ്മുടെ കുടിവെള്ള ആവശ്യത്തിനുള്ളതും ജലസേചനത്തിന് ആവശ്യമുള്ളതൊക്കെ ആയിട്ട് വാട്ടർ പമ്പുകൾ എത്ര കോടി രൂപേൻ്റെ വിൽപ്പന നടക്കുന്നുണ്ട് ഒരു മാസം എന്നറിയാമോ? ഏകദേശം 5 മുതൽ 6 കോടി രൂപേൻ്റെ മുകളിലേക്കാണ് സെയിൽ നടക്കുന്നത്. അതായത് വിവിധ ബ്രാൻഡുകൾ, CRI ഉൾപ്പെടെ, CRI ആകാശ് പമ്പാണ് നമ്മൾ ചെയ്യുന്നത്, അതുൾപ്പെടെ വിവിധ ബ്രാൻഡുകൾ സെയിൽ ചെയ്യുന്നത് അത്രയും മോട്ടറാണ്. ഈ മോട്ടറുകളുടെ ഒരു പങ്ക് നമുക്ക് വഹിക്കാൻ പറ്റും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ, കാരണം ഈ ബിസിനസ്സിൻ്റെ പകുതി ബിസിനസ് ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. എങ്ങനെ? ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഉണ്ട് ഈ മെഷീൻ മോട്ടറുകൾക്ക്. നമ്മുടെ മെയിൻ ബ്രാൻഡുകളായ മെഷീനുകൾക്കെല്ലാം അല്ലെങ്കിൽ മോട്ടറുകൾക്കെല്ലാം ഗവൺമെൻറ് 10,000 രൂപ വരെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു ലോട്ടറി പോലെ നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നല്ല. പക്ഷേ നമ്മളൊരു മോട്ടർ മേടിക്കുന്ന ഒരാൾക്ക് പകുതി എമൗണ്ട് സബ്സിഡി കിട്ടും എന്ന് പറയുമ്പോൾ എന്ത് പറ്റി? ആളുകൾ കൂടുതൽ നമ്മുടെ അടുത്തേക്ക് കടന്നു വരാനും അവർക്ക് സബ്സിഡിയിലും മോട്ടർ കൊടുക്കാനും കഴിയും, ഇല്ലേ? കഴിയുമോ? അപ്പോൾ അങ്ങനെ കഴിയുകയാണെങ്കിൽ നമുക്കൊരു വലിയൊരു ബിസിനസ്, നമുക്കതായത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഒരു മാന്യമായിട്ടുള്ളൊരു ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ബിസിനസ് പഠിക്കണം. കാരണം വേണ്ടേ, കണക്കുകളും വിൽപ്പനകളും എഴുത്തുകളും ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് മറ്റ് ബ്രാൻഡുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകളിലേക്ക് കടന്നു വരാം. ഇവിടെ ഇപ്പോൾ എന്താ നമ്മൾ ഒരു ബ്രാൻഡ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഡീലർഷിപ്പ് എടുക്കുമ്പോൾ കമ്പനി അതിനെ നമ്മളൊരു സപ്പോർട്ടിങ് ഉണ്ട്. ഒരു 50% മാത്രം നമ്മൾ റിസ്ക് എടുത്താൽ മതി. മറ്റേത് ബിസിനസ് ആണെങ്കിലും നമ്മളാണ് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള റിസ്ക് എടുക്കേണ്ടി വരുന്നത്. ഇത് 50% കമ്പനി CRI എന്ന ബ്രാൻഡ് നമ്മളെ കൊണ്ടു നടക്കുകയാണ്. അതായത് നമുക്കൊരു ആളുകൾ നമ്മുടെ അടുത്തേക്ക് ചോദിച്ചു വന്നോളും മോട്ടർ മേടിക്കാൻ വേണ്ടി. CRI പഴയ ആകാശ് പമ്പാട്ടോ ചോദിച്ചു വരും. അപ്പോൾ അവർക്ക് മോട്ടർ കൊടുക്കുമ്പോൾ അവരോട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സബ്സിഡി കൂടിയുണ്ട്, നിങ്ങൾക്ക് സബ്സിഡിക്ക് നിങ്ങൾ ഇന്ന ഡോക്യുമെൻറ്റേഷൻ തരികയാണെങ്കിൽ നമ്മൾ സബ്സിഡിക്ക് ഞങ്ങൾ അപേക്ഷിച്ച് ഞങ്ങൾ സബ്സിഡി മേടിച്ച് തരാമെന്ന് പറയുകയാണ്. അപ്പോൾ അവർക്കൊരു സന്തോഷമായി. അത് ഒരുപക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് ആ സബ്സിഡി മേടിച്ച് കൊടുക്കാൻ വേണ്ടി കഴിയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ ഞങ്ങളെല്ലാവർക്കും സബ്സിഡി മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ത് പറ്റി? അത് മേടിച്ച് കൊടുത്ത് അവരുടെ ഒപ്പം കൂടെ നിൽക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ പമ്പുകൾ, പൈപ്പുകൾ, ഒരുപാട് സാധനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്സറീസ് നമുക്ക് വിൽക്കാൻ കഴിയുകയാണ്. അങ്ങനെ 4,000-5,000 രൂപ ഒരു ദിവസം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എത്രയായാലും നമ്മളെന്ത് ചെയ്യേണ്ടത്, ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ വളരെ ആഴത്തിൽ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്കൊരു ദോഷവും ഉണ്ടാവില്ല. വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ജസ്റ്റ് പണമില്ലെങ്കിലും അവർ പ്രോഡക്റ്റ് നമ്മളെ അടുത്ത് തരുന്നു, നമ്മളെന്ത് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് കസ്റ്റമർ കൊടുത്തിട്ട് പൈസ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സംവിധാനങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെയും സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നമുക്കറിയാം ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഞാൻ പലപ്പോഴും പറയുന്നില്ലേ, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ആ റൂം നിറച്ച് സാധനങ്ങൾ വേണം, അങ്ങനെ. പക്ഷേ അതൊന്നും വേണം. നമുക്കൊരു 5-10 മോട്ടറുകൾ കൊണ്ടുവച്ച് 20-ൽ പരം മോട്ടറുകൾ സബ്സിഡി ഉണ്ട്. അതായത് മറ്റ് ബ്രാൻഡുകളൊക്കെ സബ്സിഡിയിലുണ്ട്. ഇപ്പോൾ സ്റ്റിലിൻ്റെ മോട്ടർ സബ്സിഡി ഉണ്ട്, ഹോണ്ടേൻ്റെ മോട്ടർ സബ്സിഡി ഉണ്ട്, ജലസേചന മോട്ടറുകളാണ്. ഇനിയിപ്പോൾ അല്ലാത്ത കുഴൽക്കിണറിലിടുന്ന മോട്ടറുകൾ സബ്സിഡി ഉണ്ട്, വെള്ളത്തിലിടുന്ന മോട്ടർ സബ്സിഡി ഉണ്ട്, കരയ്ക്ക് വയ്ക്കുന്ന മോട്ടർ സബ്സിഡി ഉണ്ട്, അത് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന മോട്ടർ, ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ പ്രിയരെ, നമ്മുടെ വീഡിയോ കണ്ടിരുന്നല്ലോ. അതിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല ബിസിനസ് ചെയ്യാൻ കഴിയുക, നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സകല ഇടങ്ങളിലും ഈ ബിസിനസ് ചെയ്യാം. താലൂക്ക് അടിസ്ഥാനത്തിലോ ബ്ലോക്ക് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിലോ ഈ 14 ജില്ലകളിൽ ഏകദേശം ഒരു 10-30 അല്ലെങ്കിൽ 14 ആളുകൾക്കെങ്കിലും ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനുള്ള ഒരു പിന്തുണയും സപ്പോർട്ടും തരാൻ കഴിയുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങളത് ബന്ധപ്പെടുക. ഏറ്റവും മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് അതിനുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾ പഠിച്ച് മറ്റ് ബിസിനസ്സിലേക്ക്, ഫ്യൂച്ചറിലേക്ക് ഇറങ്ങാം. എന്തായാലും ഓരോ ജില്ലയിലും 1 കോടി രൂപേൻ്റെയെങ്കിലും ബിസിനസ് വേണ്ട, ഒരു 20 ലക്ഷം രൂപേൻ്റെ ബിസിനസ് ഒരു മാസം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എല്ലാ പിന്തുണയും സപ്പോർട്ട്